ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2022 നടന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന്റെ 3ാം ഘട്ടത്തിലെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒന്ന്, ഔറംഗസേബ് തന്റെ കൊട്ടാരത്തിൽ പാടുന്നത് വിലക്കി. 2, ഔറംഗസീബിന്റെ ഭരണകാലത്താണ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. മുകളിലുള്ള പ്രസ്താവനകൾ പരിഗണിക്കുമ്പോൾ ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 1 മാത്രമാണ് ശരി. ഓപ്ഷൻ സി 1ഉം 2ഉം തെറ്റാണ്. ഓപ്ഷൻ ഡി 2 മാത്രമാണ് ശരി. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും 2ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 2ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിരവധി സംഗീതജ്ഞരും ഗായകരും സ്വാതി തിരുനാളിന്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ സുബ്ബുക്കുട്ടി അയ്യ. ഓപ്ഷൻ ബി അലഗിരി നായിഡു. ഓപ്ഷൻ സി ശിവാനന്ദൻ. ഓപ്ഷൻ ഡി വടിവേലു. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, അലഗിരി നായിഡു. 3ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വോളിബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായി ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ രാജ്കുമാർ. ഓപ്ഷൻ ബി ജഗൻമോഹൻ റാവു. ഓപ്ഷൻ സി ആദിൽ സുമരിവല്ല. ഓപ്ഷൻ ഡി അച്യുത സാമന്ത. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് 2022 ചോദ്യമാണ്. അക്കാലത്ത് വോളിബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ നിലവിലെ പ്രസിഡന്റ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. 4ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായിട്ട് തെറ്റ്? ഓപ്ഷൻ എ KP കേശവ മേനോൻ ഹോം റൂൾ ലീഗിന്റെ നേതാവായിരുന്നു. ഓപ്ഷൻ ബി 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് അബ്ദുറഹിമാൻ വിജയിച്ചു. സി മന്നത്ത് കൃഷ്ണൻ നായർ ആയിരുന്നു കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്. ഡി 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു JM സെൻഗുപ്ത. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് അബ്ദുറഹിമാൻ വിജയിച്ചു. 5ാമത്തെ ചോദ്യം, ലിസ്റ്റ് 1മായി ലിസ്റ്റ് 2നെ യോജിപ്പിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഫർദുൻജി മുസബ്. ഓപ്ഷൻ ബി PM മോട്ടിവാല. ഓപ്ഷൻ സി ബാബു ജോഗേന്ദ്രനാഥ് ബോസ്. ഓപ്ഷൻ ഡി ദയാൽ സിംഗ് മഖ്ജദിയ. ഇത് ശരിയായി യോജിപ്പിക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് 3ാമത്തതാണ് ബോംബെ സമാചാർ ആണ്. അതുപോലെ തന്നെ ബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് 1ാമത്തതാണ് ജംഷാദ്. സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് 2ാമത്തതാണ് ബംഗ്ബാസി. ആൻഡ് ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് 4ാമത്തതാണ് ദയാൽ സിംഗ് മഖ്ജദിയ ദ ട്രിബ്യൂണൽ. 6ാമത്തെ ചോദ്യം, ആൻഡ്രോപോവിന് മുമ്പ് USSR ഗവൺമെന്റിൽ യൂറി അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, ലിയോണിഡ് ബ്രിഷ്നെവ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 7ാമത്തെ ചോദ്യം, താഴെ പറയുന്നവ ശരിയായ കാലക്രമത്തിൽ ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? ഓപ്ഷൻ എ അയ്യ വൈകുണ്ഠ ക്ഷേത്രത്തിൽ ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഓപ്ഷൻ ബി മദ്രാസ് ഗവർണർ ചാൾസ് ട്രെവല്യൻ തിരുവിതാംകൂറിലെ അധികാരികളെ എല്ലാ സ്ത്രീകൾക്കും മേൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകണമെന്ന് പ്രേരിപ്പിച്ചു. സി
പണ്ഡിറ്റ് കറുപ്പിനെ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ഡി. സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. 9ാമത്തെ ചോദ്യം. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 യോജിപ്പിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാൻ. ഓപ്ഷൻ ബി മാനവിക്രമ ഏട്ടൻ തമ്പുരാൻ. ഓപ്ഷൻ സി KS ലക്ഷ്മണ പണിക്കർ. ഓപ്ഷൻ ഡി K കേശവപിള്ള. ഇത് ശരിയായി യോജിപ്പിക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ആണ് നമുക്ക് ലഭിക്കുക. രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാൻ, അംബരീക്ഷ ചരിത്രം ഇങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ സാധിക്കുന്നത്. മാനവിക്രമ ഏട്ടൻ തമ്പുരാൻ, ലക്ഷ്മി കല്യാണം, KS ലക്ഷ്മണ പണിക്കർ, പണത്തിൻ്റെ കഥ, K കേശവപിള്ള, പ്രത്യക്ഷ ശരീരം. 10ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഡൊണാൾഡ് ട്രംപ്. 11ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ രൂപാന്തര ശിലകൾ. ഓപ്ഷൻ ബി അവശിഷ്ട ശിലകൾ. ഓപ്ഷൻ സി ആഗ്നേയ ശിലകൾ. ഓപ്ഷൻ ഡി സ്ട്രാറ്റിഫൈഡ് ശിലകൾ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആഗ്നേയ ശിലകൾ. 12ാമത്തെ ചോദ്യം. ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ലൈൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഐസോനെഫ്. 13ാമത്തെ ചോദ്യം. താഴെ പറയുന്ന കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ്? ഓപ്ഷൻ എ വാണിജ്യ കാറ്റ്. ഓപ്ഷൻ ബി വെസ്റ്റേർലീസ്. ഓപ്ഷൻ സി മൺസൂൺ കാറ്റ്. ഓപ്ഷൻ ഡി ഈസ്റ്റേർലീസ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മൺസൂൺ കാറ്റുകളാണ് സീസണൽ കാറ്റുകൾ. 14ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഹിമാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഹിമാലയം ഭൂമിശാസ്ത്രപരമായി ചെറുപ്പവും ഘടനാപരമായി വളഞ്ഞതുമായ പർവ്വതങ്ങളാണ്. 2ാമത്തത്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള പർവ്വതനിരയാണ് ശിവാലിക്. 3. എവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കിലാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 15ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകാത്ത നദി? ഓപ്ഷൻ എ കബനി. ഓപ്ഷൻ ബി ഭവാനി. ഓപ്ഷൻ സി പെരിയാർ. ഓപ്ഷൻ ഡി പാമ്പാർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പെരിയാർ. 16ാമത്തെ ചോദ്യം. ഫാക്ടർ കോസ്റ്റിലെ NNBക്ക് തുല്യമാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. GNB ഘടകം കോസ്റ്റിൽ മൈനസ് മൂല്യത്തകർച്ച. 17ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1947. ഓപ്ഷൻ ബി 1951. ഓപ്ഷൻ സി 1950. ഓപ്ഷൻ ഡി 1956. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1950ലാണ് ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. 18ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മഹലനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ 1ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ ബി 2ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ സി 3ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ ഡി 4ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി. 19ാമത്തെ ചോദ്യം. ബാങ്ക് നിരക്ക് എന്താണ്? റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീ ഡിസ്കൗണ്ടിങ് നിരക്കാണ് ഇതെന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്?
ഓപ്ഷൻ എ ആർട്ടിക്കിൾ 246, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 265, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 280, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 285. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ആർട്ടിക്കിൾ 246. 21ാമത്തെ ചോദ്യം, കൂറുമാറ്റത്തിന്റെ പേരിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ താഴെ പറയുന്ന ഷെഡ്യൂളിൽ ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ എ 10ാം ഷെഡ്യൂൾ, ഓപ്ഷൻ ബി 4ാം ഷെഡ്യൂൾ, ഓപ്ഷൻ സി 6ാം ഷെഡ്യൂൾ, ഓപ്ഷൻ ഡി 8ാം ഷെഡ്യൂൾ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 10ാം ഷെഡ്യൂൾ. 22ാമത്തെ ചോദ്യം, നിയമസഭകളുടെ ഇരുസഭകളും പാസാക്കിയ ബില്ലിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ അത് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷൻ എ സമ്പൂർണ്ണ വീറ്റോ, ഓപ്ഷൻ ബി സസ്പെൻസീവ് വീറ്റോ, ഓപ്ഷൻ സി പോക്കറ്റ് വീറ്റോ, ഓപ്ഷൻ ഡി യോഗ്യത നേടിയ വീറ്റോ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പോക്കറ്റ് വീറ്റോ. 23ാമത്തെ ചോദ്യം, നോർത്തേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ഷിംല, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി ചണ്ഡീഗഡ്, ഓപ്ഷൻ ഡി ജയ്പൂർ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ന്യൂഡൽഹി. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലിക അവകാശം ഏതാണ്? ഓപ്ഷൻ എ മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം തടയൽ. ബി പൊതുതൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം. സി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ന്യൂനപക്ഷങ്ങളുടെ അവകാശം. ഡി നിയമത്തിന് മുമ്പിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് റിട്ടുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്? ഓപ്ഷൻ എ ഇൻജക്ഷൻ, ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ സി നിരോധനം, ഓപ്ഷൻ ഡി കൊവാറണ്ടം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇൻജക്ഷൻ. 26ാമത്തെ ചോദ്യം, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം എന്നാണ്? ഓപ്ഷൻ എ 1962, ഓപ്ഷൻ ബി 1963, 1964 ആൻഡ് ഓപ്ഷൻ ഡി 1967. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായത്. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 368, ഓപ്ഷൻ ബി 365, ഓപ്ഷൻ സി 367, ഓപ്ഷൻ ഡി 369. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ആർട്ടിക്കിൾ 368. 28ാമത്തെ ചോദ്യം, കൂട്ടുത്തരവാദിത്തം ഭരണകൂടത്തിന്റെ ഒരു സവിശേഷതയാണ്? ഓപ്ഷൻ എ പ്രസിഡൻഷ്യൽ സംവിധാനം, ഓപ്ഷൻ ബി ഏകീകൃത സംവിധാനം, ഓപ്ഷൻ സി ഫെഡറൽ സംവിധാനം, ഓപ്ഷൻ ഡി പാർലമെന്ററി സംവിധാനം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പാർലമെന്ററി സംവിധാനത്തിന്റെ പ്രത്യേകതയാണ് കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്നത്. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ഇന്ത്യയുടെ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, ഓപ്ഷൻ സി സ്പീക്കർ ആൻഡ് ഓപ്ഷൻ ഡി ഡെപ്യൂട്ടി ചെയർമാൻ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. 30ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പ്രൈമസ് ഇന്റർ പാരിസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തുല്യരിൽ ഒന്നാമൻ എന്നാണ് അർത്ഥം. ഓപ്ഷൻ എ ലോർഡ് മോർലി, ഓപ്ഷൻ ബി ഹെർബർട്ട് മാരിസൺ, ഓപ്ഷൻ സി HJ ലാസ്കി, ഓപ്ഷൻ ഡി ജെന്നിക്സ്. ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 31ാമത്തെ ചോദ്യം, ഗാംബിറ്റ് എന്ന വാക്ക് ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി ചെസ്, ആൻഡ് ഓപ്ഷൻ സി ബാസ്കറ്റ്ബോൾ,
ആൻഡ് ഓപ്ഷൻ ഡി വോളിബോൾ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ചെസ് ആണ്. ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാക്കാണ് ഗാംബിറ്റ് എന്നത്. 32ാമത്തെ ചോദ്യം, മലയാള സാഹിത്യകാരൻ TC ജോസഫിന്റെ തൂലികാനാമം എന്താണ്? ഓപ്ഷൻ എ ഇടപ്പള്ളി, ഓപ്ഷൻ ബി ഇടശ്ശേരി, ഓപ്ഷൻ സി ഏകലവ്യൻ, ഓപ്ഷൻ ഡി ഇടമറുക്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇടമറുക്. 33ാമത്തെ ചോദ്യം, 2022 വിന്റർ ഒളിമ്പിക്സിന്റെയും ബിഗ് ഡൊയിൻ 10ന്റെയും ഔദ്യോഗിക ചിഹ്നം എന്താണ്? ഓപ്ഷൻ എ പാണ്ടക്കരടി, ഓപ്ഷൻ ബി വെള്ളക്കടുവ, ഓപ്ഷൻ സി ചെന്നായ, ആൻഡ് ഓപ്ഷൻ ഡി റാക്കൂൺ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പാണ്ടക്കരടി. 34ാമത്തെ ചോദ്യം, MT വാസുദേവൻ നായരുടെ ഡാഷ് എന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് അപ്പുണ്ണി. ഓപ്ഷൻ എ കാലം, ഓപ്ഷൻ ബി നാലുകെട്ട്, ഓപ്ഷൻ സി രണ്ടാമൂഴം, ഓപ്ഷൻ ഡി അസുരവിത്ത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നാലുകെട്ട്. നാലുകെട്ടിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. 35ാമത്തെ ചോദ്യം, 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ മനില, ഓപ്ഷൻ ബി ദോഹ, ഓപ്ഷൻ സി ജക്കാർത്ത, ഓപ്ഷൻ ഡി ബാങ്കോക്ക്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏഷ്യൻ ഗെയിംസ് 2018 നടന്നത് ജക്കാർത്തയിലാണ്. 36ാമത്തെ ചോദ്യം, അടൂർ ഗോപാലകൃഷ്ണന്റെ ഡാഷ് എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. ഓപ്ഷൻ എ മുഖാമുഖം, ഓപ്ഷൻ ബി കൊടിയേറ്റം, ഓപ്ഷൻ സി വിധേയൻ, ഓപ്ഷൻ ഡി അനന്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അനന്തരം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. 37ാമത്തെ ചോദ്യം, ജി അരവിന്ദന്റെ ഡാഷ് എന്ന ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഓപ്ഷൻ എ ചിദംബരം, ഓപ്ഷൻ ബി പോക്കുവെയിൽ, ഓപ്ഷൻ സി തമ്പു, ആൻഡ് ഓപ്ഷൻ ഡി ഉത്തരായൻ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ചിദംബരം. 38ാമത്തെ ചോദ്യം, പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഡാഷ് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ വെള്ളായണി, ഓപ്ഷൻ ബി പുന്നമട, ഓപ്ഷൻ സി അഷ്ടമുടി, ഓപ്ഷൻ ഡി വീരമ്പുഴ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അഷ്ടമുടി. 39ാമത്തെ ചോദ്യം, പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു ഡാഷ് കായിക വിനോദമാണ് ചറേറിയ. ഓപ്ഷൻ എ മെക്സിക്കൻ, ഓപ്ഷൻ ബി ഇറ്റാലിയൻ, ഓപ്ഷൻ സി ഇന്ത്യൻ, ആൻഡ് ഓപ്ഷൻ സി ചൈനീസ്. അപ്പോൾ ചറേറിയ എന്നത് ഒരു മെക്സിക്കൻ കുതിരസവാരി ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. 40ാമത്തെ ചോദ്യം, സാറാ ജോസഫിന് ഡാഷ് എന്ന ചെറുകഥാ സമാഹാരത്തിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചു. ഓപ്ഷൻ എ ഒത്താപ്പു, ഓപ്ഷൻ ബി ആത്തി, ഓപ്ഷൻ സി മാറ്റാത്തി, ഓപ്ഷൻ ഡി പാപത്തറ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പാപത്തറ. 41ാമത്തെ ചോദ്യം, ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ EEPROM, ഓപ്ഷൻ ബി SRAM, ഓപ്ഷൻ സി DRAM, ആൻഡ് ഓപ്ഷൻ ഡി SDRAM. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, EEPROM. അപ്പോൾ ഈ ചോദ്യ പേപ്പറിലെ 41 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇതിലെ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.